CPI മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്തെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അംഗത്വം കൈമാറിയത്. പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും. എളിയ പ്രവർത്തകയായി കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും വർഗവഞ്ചകിയാണെന്ന് പലരും പറയുമെന്നും ഐഷ പോറ്റിയുടെ പ്രതികരണം. സ്ഥാനാർത്ഥിയാക്കുകയോ 3 തവണ മത്സരിപ്പിക്കുകയോ 10 തവണ മത്സരിപ്പിക്കുകയോ എന്നുള്ളതല്ല. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, പ്രവർത്തിക്കാനുള്ളൊരു ചുറ്റുപാടില്ലാന്ന് തോന്നിയാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ വരുന്ന കാലത്തുള്ള പാർട്ടി നല്ലതാവും, പക്ഷേ പാർട്ടി ആരാണ് പാർട്ടിയെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എതിർചേരിയിൽ ഉണ്ടായിരുന്നപ്പോഴും ആദരവുള്ള നേതാവായിരുന്നു ഐഷ പോറ്റി എന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഐഷ പോറ്റിക്കെതിരെ മുൻ മന്ത്രിയും CPIM നേതാവുമായ J. മെഴ്സിക്കുട്ടിയമ്മ വിമർശനവുമായി എത്തി. ഐഷ പോറ്റിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും കൊല്ലത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടേം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ്, ഇങ്ങനെ തുടങ്ങി സംഘടനാ തലത്തിലും ബഹുജന സംഘടനാ തലത്തിലും പാർട്ടി തലത്തിലും ജനാധിപത്യ വേദികളിലും അർഹതപ്പെട്ടതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതാണ് കൊല്ലത്തെ പാർട്ടിയും സംസ്ഥാനത്തെ പാർട്ടിയും ഐഷ പോറ്റിക്ക്. ഇങ്ങനെ പൊടുന്നതിനെ ഒരു തീരുമാനമെടുത്ത് മാറുക എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഐഷ പോറ്റി എനിക്ക് ഒരു സ്ഥാനമാനവും വേണ്ടെന്ന് ഇടയ്ക്ക് പറയുന്നത് കിട്ടി. തൊട്ട് താഴെ എഴുതി കാണിക്കുന്നു, കൊട്ടാരക്കര മത്സരിക്കും. അപ്പോൾ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഐഷ പോറ്റി. വർഗവഞ്ചന എന്ന് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഐഷ പോറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പോറ്റി ചെയ്തിരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. റിനു ശ്രീധർ ചേരുന്നു. റിനു, ഈ സ്ഥാനമാനങ്ങൾക്കുള്ള ആർത്തി എന്നൊക്കെ സ്വന്തം ക്യാമ്പിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകുമ്പോൾ മാത്രം അത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതാണ്. ഇപ്പോൾ സരിൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. സന്ദീപ് വാര്യർ വരുന്നത് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഒരുപാട് പോക്കും വരവൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വിട്. റിനു, ഇവിടെ ഈ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDFന്റെ കോട്ടയായിരുന്ന അവിടെ ആ സീറ്റ് പിടിച്ചെടുത്ത ആളാണ്. വലിയ CPIയുമായി അകന്നെങ്കിലും വലിയ ജനസ്വാധീനമുള്ള ആളാണ്. ഐഷ പോറ്റി ഇപ്പോൾ കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ബെറ്റാണ്. റിനു, ഹാഷ്മി, ഏറെ നാളായി ഉയർന്നിരുന്ന ഒരു ചർച്ചയ്ക്കാണെന്ന് പരിസമാപ്തി ആയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏറെ നാളായി നടക്കുന്നു. പക്ഷേ അതിൽ ഒരു പരിസമാപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ രാപ്പകൽ സമരം ലോക്ഭവന് മുന്നിൽ നടക്കുകയാണ്. ആ വേദിയിലേക്ക് എത്തി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചേരിമാറ്റങ്ങളൊക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPIമിനേറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ മറ്റൊരു നേതാവ് അല്ല, 3 തവണ, അതും R. ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ഒരാളെ തോൽപ്പിച്ച് 2006-ൽ കൊട്ടാരക്കര പിടിച്ചെടുത്ത ഐഷ പോറ്റി 3 തവണ CPIമിൻ്റെ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയി, ഒപ്പം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇവർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു കനത്ത പ്രഹരം തന്നെ CPIമിനെ ഏൽപ്പിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. കുറച്ച് നാളായി ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ സമ്മതം മൂളുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊടിക്കുന്നിൽ സുരേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്തിമമായി കോൺഗ്രസിലേക്ക് താൻ എത്താമെന്നുള്ളൊരു തീരുമാനം പറയുന്നത്. തുടർന്ന് VD സതീശൻ വെള്ളയമ്പലത്തെ ഈ സമരവേദിയിലേക്ക് എത്തുമ്പോൾ ഷോൾ അണിയിച്ചു സ്വീകരിക്കുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ മെമ്പർഷിപ്പ് കൈമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഐഷ പോറ്റി. തന്നെ വർഗവഞ്ചക എന്നൊക്കെ തന്നെ വിളിക്കും. ഒരുപാട് സൈബർ ആക്രമണം ഒക്കെ തന്നെ ഇനി ഉണ്ടാവും. എങ്കിൽ പോലും എല്ലാവരോടും തനിക്ക് സ്നേഹം മാത്രമാണുള്ളത്. CPIമിൽ കൃത്യമായി പ്രവർത്തിച്ചു പോകാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അല്ലെങ്കിൽ ആരോപണമായി അവർ ഉന്നയിക്കുന്നു. പഴയ ഒരു LDF അല്ല, അല്ലെങ്കിൽ CPM അല്ല നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പാർട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ ആ പാർട്ടിയെ നയിക്കുന്നവരെയാണ് കുറ്റം പറയുന്നത് എന്നുള്ളതാണ് വ്യക്തമായി അവർ 24നോട് പറയുകയും ചെയ്തത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPM ഇനി എങ്ങനെയായിരിക്കും ഇതിനൊരു പ്രതിവിധി തേടുക എന്നുള്ളതിൽ സംശയം ഇല്ല. എന്തായാലും CPM നേതാക്കളൊക്കെ തന്നെ മെഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവർ എത്തി ഐഷ പോറ്റി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. സ്ഥാനമാനങ്ങൾ മോഹിച്ചു പോകുന്ന ആൾ എന്നൊക്കെ തന്നെ പറയുമ്പോഴും എങ്ങനെ ഇതിനൊരു പ്രതിവിധി CPM കണ്ടെത്തുമെന്നുള്ള
എന്നുള്ളതിൽ സംശയമുണ്ട്. എന്തായാലും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി തന്നെ ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് നേതാക്കൾ തന്നെ പരസ്യമായി ഇന്ന് ഈ സമരവേദിയിൽ വെച്ച് മൂന്ന് പതിറ്റാണ്ടിലധികം CPM-ആയുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലേക്ക് ഐഷ പോറ്റിയുടെ വരവ്. കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.